ഹലോ ഫ്രണ്ട്സ്, ഡ്രീംസ് ഓഫ് കുവൈറ്റിലേക്ക് സ്വാഗതം. കുവൈറ്റിലേക്ക് പുതുതായി വന്നതും വരുന്നതുമായ MOH നേഴ്സുമാർക്ക് അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയെന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പുതുതായി വരുന്ന നേഴ്സുമാർക്ക് ഹോസ്റ്റലൊന്നും ആയിട്ടില്ല. അവർക്ക് മിനിസ്ട്രി തന്നെ അക്കോമഡേഷൻ പുറത്ത് കൊടുക്കുന്നുണ്ട്. 3 months കഴിഞ്ഞാൽ ഹോസ്റ്റൽ കൊടുക്കുന്നതാണ്. ഫാമിലി കുവൈറ്റിൽ ഇല്ലാത്തവരാണെങ്കിൽ ഹോസ്റ്റൽ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഫുഡൊക്കെയും അത്യാവശ്യം നല്ലത് തന്നെയാണ്. മറ്റ് കമ്പനികൾക്ക് ഫുഡ് നോക്കിയാൽ മിനിസ്ട്രി വളരെ നല്ല ഫുഡ് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. ഞാനിന്ന് കൂടുതലായി പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആദ്യമായി പുതുതായി വരുന്നവർക്ക് ഫാമിലിയുമായി പുറത്തെങ്ങനെ റൂം തരപ്പെടുത്താമെന്നും അതിൻ്റെ ചിലവുകൾ എങ്ങനെയെന്നൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലുകളായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സിറ്റികൾ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഞാൻ പറയാം. അൽസബ ഹോസ്പിറ്റൽ, ഇബൻസിന ഹോസ്പിറ്റൽ, ഫർവാനിയ ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ അബ്ബാസിയ, ഫർവാനിയ ഏരിയയുമായി അടുത്തു വരുന്ന ഹോസ്പിറ്റലുകളാണ്. ഈ ഹോസ്പിറ്റലുകളൊക്കെ ഉള്ളവർ അക്കോമഡേഷൻ എടുക്കുന്നത് അബ്ബാസിയ, ഫർവാനിയ ഏരിയ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ അല്ലദാൻ ഹോസ്പിറ്റൽ ഫാഹേൽ ഏരിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവർക്ക് അക്കോമഡേഷൻ മംഗഫ്, ഫാഹേൽ, മഹ്ബൂള, അബു അലീഫ ഈ ഏരിയകളിൽ അക്കോമഡേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ജഹറ ഹോസ്പിറ്റലുള്ളവർക്ക് അബ്ബാസിയ, റിഗ്ഗെ ഏരിയയിൽ അക്കോമഡേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. മുബാറക്ക് ഹോസ്പിറ്റലുകാർക്ക് ഹവാലി ഏരിയ നല്ലതാണ്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സിറ്റിയും അക്കോമഡേഷനും കണ്ടുപിടിക്കുന്നത്. പിന്നെ ഫാമിലിയിൽ 2 പേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ 2 പേർക്കും ഈസി ആയിട്ട് ഡ്യൂട്ടിക്ക് പോകത്തക്ക രീതിയിൽ അക്കോമഡേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലദാൻ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നവർക്ക് മംഗഫ് ഏരിയ വളരെ നല്ല സ്ഥലവും ഫാഗയിൽ പോകാനും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാനും ഒക്കെ പറ്റിയതുമാണ്. പക്ഷേ അബു അലീഫെ, മഹ്ബൂളയൊക്കെ ആയിരിക്കും റെൻറ്റ് കുറച്ചുകൂടി കുറഞ്ഞു കിട്ടുന്ന സ്ഥലം. കുവൈറ്റിൽ ഒരു ആവറേജ് റെൻ്റ് എടുക്കുകയാണെങ്കിൽ 1 bedroomന് 200 ദിനാർ തൊട്ട് മുകളിലോട്ടുണ്ട്. 2 bedroomന് 250 ദിനാർ തൊട്ട് മുകളിലോട്ടുണ്ട്. 3 bedroomന് 300 ദിനാർ തൊട്ട് മുകളിലോട്ടുണ്ട്. ഏത് ഭാഗത്ത് നമ്മൾ അക്കോമഡേഷൻ എടുത്താലും ട്രാൻസ്പോർട്ടേഷൻ ഹോസ്പിറ്റലിലേക്ക് കിട്ടുന്നതാണ്. ഫാമിലിയുമായി പുറത്ത് താമസിക്കുകയാണെങ്കിൽ സ്വന്തമായി ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യേണ്ടതാണ്. പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇഷ്ടം പോലെയുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ 15 ദിനാർ തൊട്ട് മുകളിലോട്ടുണ്ട്. അടുത്താണെങ്കിൽ 15 ദിനാർ, ദൂരെയാണെങ്കിൽ 25, 30 ഇങ്ങനെയൊക്കെ ആയിരിക്കും. അത് ദൂരം അനുസരിച്ചായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. താങ്ക്